ഹലോ ഗൈസ്, അച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ വീഡിയോ സാധാരണ ഞാൻ വരാറില്ല, കുറച്ചൊക്കെ വന്നിട്ടുള്ളൂ. കാരണം കുട്ടികളാരും തരത്തൊന്നുമില്ല. അത് കാരണമാണ് എനിക്ക് വരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇന്നൊരു അതിഥിയെ കിട്ടി കേട്ടോ. എൻ്റെ ചേട്ടന് കുറച്ച് ദിവസമായി. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓട്ടോറിക്ഷയാണ് എൻ്റെ അതിഥി കേട്ടോ. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ചേട്ടൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഈ റൂഫ് ടൈലിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കമ്പനിയിൽ നിന്ന് ചേട്ടനൊരു പഴയ ഒരു ഓട്ടോ കൊടുത്തു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നീ ഇത് വേണമെങ്കിൽ എടുത്തോ, നന്നാക്കി എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്തു, കുറച്ച് പൈസ കയ്യിൽ നിന്ന് ഇട്ടിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി അതിനെ ശരിയാക്കി എടുത്തു കേട്ടോ. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർമേഷൻ ചെയ്യൂലേ, പഴയതിനെ പുതിയതാക്കി മാറ്റുക. അപ്പോൾ അതിൻ്റേതായ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റിക്കേഴ്സുകളും സീറ്റും എല്ലാം ഫുള്ളങ്ങ് പണിഞ്ഞു കേട്ടോ. പണിഞ്ഞെടുത്തപ്പോഴോ നമുക്ക് 4 പേർക്കും പോകാനായിട്ടുള്ളൊരു വാഹനമായി മാറി. കാരണം നമുക്ക് സ്കൂട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഞാനും ചേട്ടനാണ് അധികം പോവാറ്. പിള്ളേർക്ക് വരാൻ പറ്റില്ല കേട്ടോ. അവർ നടന്നൊക്കെ പോകും, അല്ലെങ്കിൽ വേറെ ആട്ടോ വിളിച്ചൊക്കെ പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ദാ ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് 4 പേർക്കും കൂടി പോകാനായിട്ട് ഒരു വാഹനമായി കേട്ടോ. അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ. നമുക്ക് ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുക, അത് നന്നാക്കി ശരിയാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം എനിക്കിപ്പോൾ ഇത് സന്തോഷമാണ്. കാരണം ഇവൻ പഴയതായാലും നമുക്ക് കിട്ടി, അതിനെ പണിഞ്ഞെടുത്തപ്പോൾ പുതിയതായി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടൊരു വാഹനമായി. ഇനിയിപ്പോൾ എന്തെങ്കിലും വയ്യായ്ക വന്നാലും നമുക്ക് ഇതിൽ പോവാമല്ലോ. ചേട്ടൻ തന്നെ ഓടിക്കുന്നതുകൊണ്ട് വെളിയിൽ നിന്ന് ആളിനെ വിളിക്കുകയും വേണ്ട കേട്ടോ. ചേട്ടൻ തന്നെയായിട്ട് ഡ്രൈവറായിട്ട് ഇരിക്കുന്നത്, വേറെ ആരും നമുക്കിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കും ഇതൊരു സന്തോഷമായി. കാരണം നമുക്ക് ഒരു കാറൊക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ കാറൊന്നും വാങ്ങിക്കാനുള്ള പൈസയും കപ്പാസിറ്റിയൊന്നും ഇല്ല ഗൈസ്. എന്നെങ്കിലും ഒരു വിധി വരുവാണെങ്കിൽ കാറൊക്കെ സ്വന്തമാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതോ അവിടെ നിൽക്കുന്ന ആളെ കണ്ടോ, അതിൻ്റെ മൂത്ത മോളാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വെളിയിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ ഫുൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഇളയ മോളെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവൾ എടുക്കുന്ന സമയത്ത് അവൾ വന്നു നോക്കുവാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഇത് എടുക്കുന്ന താല്പര്യമില്ല. അപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ സീറ്റൊക്കെ കണ്ടോ, സീറ്റെല്ലാം പഴയതായിരുന്നു കേട്ടോ. അതെല്ലാം പുതിയതാക്കി നമ്മൾ കവറിങ്ങൊക്കെ ചെയ്തു. അതിനകത്ത് കുറേ തോരണങ്ങളും മയിൽപ്പീലികളും അങ്ങനെയുള്ള കിളികളും ബേഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി ശിവൻ്റെ നമ്മുടെ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു ചെയിനും എല്ലാം സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ അവൈലബിൾ ആക്കി ഇട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വണ്ടി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കിടു സാധനമായി മാറിക്കഴിഞ്ഞ ആൾ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രം മുടിപ്പര ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പം മുടിപ്പര ദേവി എന്നുള്ളൊരു പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ മോളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഹരിപ്രിയ റൂഫ് ടൈൽ വർക്ക്. അപ്പോൾ ചേട്ടൻ ചെയ്യുന്ന വർക്ക്